പ്പെട്ട വാർത്ത തന്നെയാണ് രാവിലെ തേടിയെത്തുന്നത്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ ചോറ്റുപാറ നദി കരകവിഞ്ഞ് ഒഴുകുകയും അതോടൊപ്പം തന്നെ പെരിയാർ നദി കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്തിട്ടുണ്ട്. നെല്ലിമല മുതൽ കക്കിക്കാല് വരെ ഉള്ള ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറുകയും വർക്ക്ഷോപ്പുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം വെളുപ്പിനെ 4 മണിയോട് കൂടിയാണ് ഈ മഴ ശക്തമാകുന്നത്. 3 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയാണ് ഈ വെള്ളം കയറാൻ കാരണം ആയത്. എന്തായാലും ഈ പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി പോലീസും ഗ്രാമപഞ്ചായത്തും ആരംഭിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടർ ഹോമിലേക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്കും മാറി താമസിക്കാനാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിലും ചെറിയ വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അത്രമാത്രം വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം 4 മണി മുതൽ തന്നെ ചോറ്റുപാറ പെരിയാർ ചോറ്റുപാറ കൈത്തോട് കരകവിഞ്ഞ് ഒഴുകുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ശകലം മഴ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം താഴുന്ന സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾ, അതായത് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ കടന്ന് പോകാത്തത്. ജീപ്പ് വരെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്ന് പോകുന്നുമുണ്ട്. എന്തായാലും മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെ കൂടി മാറ്റി പാർപ്പിക്കേണ്ടി വരും. വികാസ് നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിൻ്റെ വള്ളക്കടവ് പ്രദേശത്തെ മിക്ക വീടുകളിലെയും തോട്ടിലേക്ക് ഇറക്കി വെച്ചിരുന്ന മോട്ടർ ഒഴുകിപ്പോയതായി അറിയുന്നു. പക്ഷേ വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ടില്ല. അത്രയ്ക്കുള്ള വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ നീരൊഴുക്കുണ്ടാവുകയും വീടുകളിൽ വെള്ളം കയറാനും സാധ്യത ഏറെയുമാണ്.